ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഒരു ഈവനിങ് ടൈമിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഈ കാച്ചെണ്ണയാട്ടോ യൂസ് ചെയ്യണത്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആഴ്ചയിൽ 1-2 തവണ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കും കേട്ടോ. എന്നിട്ട് ഞാനൊരു ഷാമ്പൂ ഇട്ട് കഴുകും. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു താളി ഉപയോഗിക്കാമെന്ന് കരുതി. താളി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ചെമ്പരത്തിപ്പൂവും പിന്നെ കുറച്ച് ചെമ്പരത്തിയുടെ തളിരിലയും കൂടി പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ കൈ കൊണ്ട് തന്നെ ഞെരടിയാട്ടോ എടുത്തത്. ചിലപ്പോൾ ഞാൻ മിക്സിയിട്ട് അടിക്കാറുണ്ട്. അപ്പോൾ മിക്സിയിട്ട് അടിച്ചിട്ട് നമുക്ക് താളിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ തലയിൽ തേച്ച് കഴിയുമ്പോഴത്തേക്കും തലേന്ന് ആ ചെമ്പരത്തിയുടെയൊക്കെ പൂവ് ഇലയൊക്കെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത്തവണ ഞാൻ കൈ കൊണ്ട് ഞെരടി തന്നെയാട്ടോ എടുത്തത്. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് വന്നു കേട്ടോ. കാശിക്കുട്ടൻ്റെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് കുറച്ച് നാളായിട്ട് പനിയൊക്കെ ആയിരുന്നു കേട്ടോ. വൈറൽ പനിയായിരുന്നു. രാത്രി കൊണ്ടുപോയിട്ട് സപ്പോസിറ്റർ വയ്ക്കുക. ചൂട് കൂടിയിട്ട് രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. സപ്പോസിറ്റർ വെച്ചിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരും. കുറേ നാളായിട്ട് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് നോർമലായിട്ട് വരുന്നുണ്ട് ആൾ. എന്നാലും പുറത്തേക്കൊന്നും ഇറങ്ങി കളിക്കാറൊന്നുമില്ല. ഫുൾ ടൈം ഈ കാർട്ടൂൺ കാണാനായിട്ട് മൊബൈലിൻ്റെ മുന്നിൽ തന്നെ. ഇതിനിടയ്ക്ക് വൈകുന്നേരത്തേക്കുള്ള ചായ വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു. 50 ഗ്ലാസ് ചായ ആയിട്ട് ദിവാങ്കോട്ടയിലേക്ക് പോയിരുന്നു. പിന്നെ ചായക്ക് വൈകുന്നേരത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നുവട ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സന്ധ്യാസമയമായിരുന്നു. 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും വിളക്ക് കൊളുത്തി. കൃഷ്ണൻ്റെ വിഗ്രഹത്തിലാണെങ്കിൽ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പുതിയ ഉടയാടയൊക്കെ കൃഷ്ണനെ ഉടുപ്പിച്ച് ഒന്ന് റെഡിയാക്കി നല്ല വൃത്തിയിൽ വെച്ചു കേട്ടോ. കുറേ നാളായിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാണ്ടായിരുന്നില്ല. അപ്പോൾ കാശിക്കുട്ടൻ ഇപ്പോഴും കാർട്ടൂൺ കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇരിപ്പിലങ്ങ് ചോറ് കൊടുത്തേക്കാണ്. പക്ഷേ ചോറ് കുറച്ചേ കഴിച്ചുള്ളൂ. അവന് ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റ് 2 കഴിച്ചു. പിന്നെ ആളെ കൊണ്ടുപോയി മേലൊക്കെ കഴിച്ചു. ഇനി മരുന്ന് കൊടുക്കണം. മരുന്ന് കൊടുക്കുക എന്നുള്ളതൊരു വലിയ ടാസ്ക് തന്നെയാണ്. പുള്ളി തുപ്പിത്തരും. ഇഷ്ടമില്ല, മരുന്ന് കുടിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ കാശിക്ക് ഒരു വിധം മരുന്നൊക്കെ കൊടുത്തു കേട്ടോ. ഉടുപ്പൊക്കെ ഇടിച്ച് റെഡിയാക്കി. പകലധികം ഉറങ്ങാത്തതുകൊണ്ട് കാശിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ നേരത്തെ കിടത്തി ഉറക്കി കേട്ടോ. ഇന്ന് കാശി നേരത്തെ ഉറങ്ങി. 10 മണിക്ക് മുന്നേ തന്നെ ഉറങ്ങി. 9 മണി 9:30 ആയപ്പോൾ ഉറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കിൻ കെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ സ്കിൻ കെയർ ചെയ്തു കേട്ടോ. എല്ലാ ദിവസമൊന്നും സ്കിൻ കെയർ നടക്കത്തില്ല. കാശി ഇതുപോലെ നേരത്തെ ഉറങ്ങുവാണെങ്കിൽ സ്കിൻ കെയറൊക്കെ ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഒരു പാക്കറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ബ്രൂവിൻ്റെ. പിന്നെ ഒരു ഫ്രഷ് ആലവേര കേട്ടോ. അതിൻ്റെ ഒരു 2 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് ശേഷം നന്നായിട്ട് അത് ഡ്രൈ ആയി. അതിനുശേഷം ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന സൺ ടാനൊക്കെ റെഡ്യൂസ് ആവും. ഫേസ് ഒന്ന് ഗ്ലോ ആവും. നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആകാനായിട്ട് ഈ ഒരു ടിപ്പ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പ്യുവറായിട്ടുള്ള ആലോവേര ജെൽ നമ്മുടെ സ്കിൻ കെയറിനും അതേപോലെ തന്നെ ഹെയർ കെയറിനും നമുക്ക് യൂസ് ചെയ്യാം. സ്കിൻ കെയറൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കാശി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് കരഞ്ഞു. പനി ഉണ്ടായ പിന്നെ എങ്ങനെയാട്ടോ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേറ്റ് കരയും. അപ്പോൾ അവനെ തോളത്തിട്ട് കുറച്ച് നേരം കൊണ്ട് നടന്നപ്പോൾ ആൾ ഉറങ്ങി. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടു കേട്ടോ മുഖത്ത്. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. പിന്നെ ലിപ് ബാമും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. കാശിക്ക് മരുന്ന് കൊടുത്തപ്പോൾ അതിൻ്റെ കുറച്ച് എൻ്റെ മേത്ത് വീണിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തട്ടി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. എന്താണെന്നറിയില്ല, തലവേദന തീർത്തും മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ട്രൈമോൾ ഒരെണ്ണമെടുത്ത് കഴിച്ചു. പിന്നെ കോടാലി തൈലവും നെറ്റിയിലും ഒന്നുകൂടെ പുരട്ടി എന്നിട്ടാട്ടോ കിടന്നത്. ഇനി ഞാൻ ഉറങ്ങാൻ കിടക്കാൻ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. ടാറ്റാ.